കത്തീഡ്രൽ പണിത് കഴിഞ്ഞപ്പോൾ ഏകദേശം 12 കല്ലുകൾ വേസ്റ്റ് ആയിട്ട് വന്നു. ഈ 12 കല്ലുകൾ അവിടെ നിന്ന് മാറ്റണമെങ്കിൽ ഏകദേശം 12-14 കഴുതകളെ ഒരുമിച്ച് വലിക്കുകയും ഏകദേശം 10-80 കഴുതകളെ വീണ്ടും സൈഡിൽ കൂടെ വലിക്കുകയും ചെയ്താലാണ് ഇത് താഴത്തേക്ക് കളയാൻ സാധിക്കും. അത് ഭീമമായ ഒരു ചെലവും വലിയൊരു പ്രൊസീജിയറുമാണ് അന്നത്തെ കാലത്ത്. അപ്പോൾ അദ്ദേഹം അത് എന്ത് ചെയ്യണമല്ലാതെ വേദനയോടുകൂടിയിരിക്കുക. ലോറൻസ് ദി മെഡിജി തന്റെ രഥത്തിൽ രാജാവ് ഫ്ലോറൻസിന്റെ ചക്രവർത്തി അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച, ഒരു 8 വയസ്സായ പീറ ചെറുക്കൻ, ഒരു കഴിവില്ലാത്ത ചെറുക്കൻ, കീറിയ നിക്കറൊക്കെ ഇട്ട് ഒരു കമ്പി കഷ്ണം കൊണ്ട് ഒരു കല്ലെടുത്ത് കുത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ ലോറൻസ് ദി മെഡിജി തന്റെ രഥത്തിൽ നിന്ന് ഇറങ്ങി അവരോട് ചോദിച്ചു, നീ എന്താണ് ഈ കാണിക്കുന്നത്? ഞാൻ ഇതിലൊരു മാലാഹയെ കണ്ടിട്ടുണ്ട്, ഈ മാലാഹയെ ഒന്ന് കൊത്തിയെടുക്കുക. എടാ മണ്ട, ഈ ഷേപ്പില്ലാത്ത കല്ലിൽ നിന്ന് നീ മാലാഹയെ കൊത്തിയെടുക്കുവോ? അപ്പോൾ അദ്ദേഹം പറയുക, ഈ കല്ലുകളിൽ ഞാനൊരു മാലാഹയെ കണ്ടിട്ടുണ്ട്, ഇതിന്റെ കറകളൊക്കെ മാറ്റിയാൽ മാലാഹയെ കാണാം, ഞാനിത് മാറ്റിയെടുക്കും. രാജാവ് ആ പയ്യനെ പിടിച്ചുകൊണ്ടുപോയി തന്റെ അപ്പനോട് പറഞ്ഞു, അപ്പന്റെ ദാരിദ്ര്യാവസ്ഥ കണ്ടിട്ട് എൻ്റെ കുട്ടിയെ, ഈ കുട്ടിയെ എനിക്ക് വേണം. രാജാവ് കൊണ്ടുപോക്കോ, എനിക്ക് ഇത്രയും സമാധാനം കൊച്ചിന് കൊടുത്തു. രാജകൊട്ടാരത്തിൽ അതിപ്രസിദ്ധമായിട്ടുള്ള ചിത്രകാരന്മാരെ കൊണ്ട് ഇദ്ദേഹത്തെ പഠിപ്പിച്ചു. ഇദ്ദേഹം ശ്രേഷ്ഠമായിട്ടുള്ള മൈക്കലാഞ്ചലോയായി മാറി. ഇന്ന് ലോകം കണ്ട ഏറ്റവും വലിയ ചിത്രമായത് ഡാവിഡ്, പേറ്റ, അതുപോലെ തന്നെ മഡോണ ആൻഡ് സൺസ് ആൻഡ് ചൈൽഡ്, ഇതൊക്കെയും ഡെവലപ്പ് ചെയ്തത് അദ്ദേഹമാണ്. മൈക്കലാഞ്ചലോ ആക്കി മാറ്റിയത് രാജാവ്, അവസരം നൽകിയത് അദ്ദേഹം. അവസാനം എഴുതി വെച്ചു, എൻ്റെ ദൈവമാണ് ഈ അവസരം എനിക്ക് നൽകിയത്. ദാരിദ്ര്യത്തിൽ എൻ്റെ കീറിയ നിക്കറുമിട്ട് ഞാൻ കല്ല് കൊത്തിക്കൊണ്ടിരിക്കുമ്പോൾ രാജാവ് വഴി വന്നു. രാജാവ് ചോദിച്ച ചോദ്യം, എന്നാൽ അദ്ദേഹം ആ സമയത്ത് കൊടുത്ത മറുപടി, ചെന്നെത്താനും കാണാനും ഇതുപോലെ ഓരോ അവസരങ്ങൾ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. ദൈവം നൽകുക അവസരങ്ങളാണ് നമ്മൾ ഉയരങ്ങളിൽ എത്തിയിരിക്കുന്നത്.